മൈൻഡ് മാസ്റ്റർ. ഓർമ്മ വിശ്വനാഥൻ ആനന്ദ്. വിവർത്തനം NR അനിൽകുമാർ. ശബ്ദം നൽകുന്നത് രാജീവ് നായർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. പടവുകൾ ഉപേക്ഷിച്ചു. ഹൃദയദാർഢ്യവും വിജയസൂക്തവും. ഒരു ലോക ചാമ്പ്യനെന്ന അനുഭൂതിയോടെ മെക്സിക്കോയിലെ ഹോട്ടൽ മുറിയിലെ അതിമൃദുവായ മെത്തയിലേക്ക് ഞാൻ പതിച്ചു. സാധാരണയായി വിജയങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. പക്ഷേ ഈ രാത്രിയിൽ ഉറക്കത്തിന്റെ നാട്യത്തെപ്പോലും ഞാൻ പാടയെ ഉപേക്ഷിച്ചു. 2007 സെപ്റ്റംബർ 30 ആയിരുന്നു ആ ദിവസം. അവിതർക്കിത ലോക ചെസ് ചാമ്പ്യനായി എനിക്ക് കിരീടം ചാർത്തപ്പെട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ. പൊതുവെ മനുഷ്യരെയെല്ലാം നിശബ്ദതയിലാഴ്ത്തേണ്ട തരത്തിലുള്ള വിജയമാണത്. എന്നിട്ടും എന്റെ മനസ്സെന്തേ ആഹ്ലാദം കൊണ്ട് കടിഞ്ഞാൺ പൊട്ടിയ പോലെ അല്പം പൊങ്ങച്ചത്തോടെയോ അല്ലെങ്കിൽ വന്യമായ രീതിയിലോ പെരുമാറാത്തത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. വെളുത്തുള്ളിയും മുളകെണ്ണയും ചേർത്ത് പാചകം ചെയ്ത് എരിവുള്ള മുളകിലും ചീപ്പോട്ടിലെ അവക്കാഡോ സലാഡിലും ഗവാക്കമോലി മുക്കി ഭക്ഷിക്കുന്ന സ്പാനിഷ് ചെമ്മീൻ വിഭവമായ ഗംബാസ് അൽ പീൽ പീൽ അടങ്ങുന്ന മെക്സിക്കൻ ഭക്ഷണം എന്റെ വയറ് നിറച്ചിരുന്നു. ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന്റെ സംഘാടകരായ സാഗിയാൻഡി ദമ്പതികൾ ഹോർഹെയും വെറോനിക്കയും അതിഗംഭീരമായൊരു സൗധത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മെക്സിക്കൻ റെസ്റ്റോറന്റിൽ എന്നെയും എന്റെ ടീമിനെയും കൊണ്ടുപോയി നൽകിയ വിജയാഘോഷ സൂചകമായ അത്താഴമായിരുന്നു അത്. അരുണയും എന്റെ പരിശീലകൻ നീൽസണിനും എന്റെ സുഹൃത്ത് ഹാൻസ് വോട്ടർ സ്റ്റമിട്ടും എല്ലാം സന്നിഹിതരായ മനോഹരമായൊരു കുടുംബ സദസ്സായിരുന്നു അത്. അഭിനന്ദനങ്ങൾ എന്ന് സ്പാനിഷിൽ എഴുതിയ തൂവെള്ള ഐസിങ്ങിൽ പൊതിഞ്ഞ കേക്കിലേക്ക് ഞാൻ കത്തി താഴ്ത്തുമ്പോൾ പുറത്തു നിൽക്കുന്ന ഓർക്കസ്ട്ര സംഘം പരമ്പരാഗത മെക്സിക്കൻ മരിയാച്ചി സംഗീതമുതിർത്തു. 37ാമത്തെ വയസ്സിൽ എന്റെ 2ാമത്തെ ലോക കിരീട വിജയമായിരുന്നു അത്. നേരത്തെ 2000 ടെഹ്റാനിൽ ഞാൻ വിജയിച്ചിരുന്നു. പക്ഷേ ഈ ജയത്തിന് കൂടുതൽ പുതുമയും സാധുതയും അനുഭവപ്പെട്ടു. എന്റെ ടെഹ്റാൻ വിജയത്തെ പൊതുവെ നിരാകരിക്കുന്ന രീതിയായിരുന്നു ചെസ് സമൂഹത്തിൻ്റേത്. അതെ, നിങ്ങൾ ലോക ചാമ്പ്യൻ തന്നെ, പക്ഷേ എന്നതായിരുന്നു അവരുടെ സമീപനം. ഇതെന്നെ അലോസരപ്പെടുത്തുകയും നിലയ്ക്കാത്ത അസ്വസ്ഥതയായി പിന്തുടരുകയും ചെയ്തിരുന്നു. ഇതവർ എന്നെ വിഷമിപ്പിക്കുവാൻ എടുത്ത നിലപാടാണോ അതോ ഞാനാ ബഹുമതി അർഹിക്കാത്തവനാണെന്ന് യഥാർത്ഥത്തിൽ അവർ വിശ്വസിച്ചിരുന്നുവോ എന്ന് മനസ്സിലാക്കാനാകാതെ ഞാൻ കുഴങ്ങി. ടെഹ്റാൻ ലോക ചാമ്പ്യൻഷിപ്പ് പദവി വിചിത്രമായ രീതിയിൽ അളക്കപ്പെടുകയും മുദ്രണം ചെയ്യപ്പെടുകയും നിർണയിക്കപ്പെടുകയും ചെയ്ത ഒരു അവസ്ഥയായിരുന്നു. ഏറ്റവും താഴ്ന്ന പടവിലായിരുന്നു എന്റെ സ്ഥാനം. ഓട്ടമത്സരത്തിൽ ഒന്നാമനായി ടേപ്പ് ഭേദിച്ചെത്തിയ ആളോട് മത്സരം തീർന്നിട്ടില്ലെന്നും ഇനിയും ലാപ്പുകൾ ഓടിത്തീർക്കാൻ ബാക്കിയുണ്ടെന്നും വന്നു പറഞ്ഞാലുള്ള അവസ്ഥയായിരുന്നു എന്റേത്. ചെസ് ലോകത്തെ പിളർപ്പ് എന്റെ ലോക ചാമ്പ്യൻ പദവിക്ക് മേലെ ഒരു ചോദ്യചിഹ്നമായി നിലനിന്നിരുന്നു. മുൻ ലോക ചാമ്പ്യൻ ഗാരി കാസ്പറോവും അദ്ദേഹത്തിന്റെ കിരീടത്തിന് വെല്ലുവിളി ഉയർത്തിയ ചലഞ്ചർ നൈജൽ ഷർട്ടും 1993 ലോക ചെസ് സംഘടനയായ ഫിഡയിൽ നിന്നും കലഹിച്ച് അകന്ന ശേഷം ലോക ചെസ് പിന്നീട് ഒരിക്കലും പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുകയുണ്ടായില്ല. അവർ സ്വയം തുന്നിക്കൂട്ടിയ ദി പ്രൊഫഷണൽ ചെസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അവരുടെ മത്സരം അരങ്ങേറിയത്. പിന്നീട് 1995 ഞാനും കാസ്പറോവും തമ്മിൽ നടന്ന മത്സരശേഷം ആ സംഘടന ഫണ്ടുകളുടെ ദൗർലഭ്യം നേരിടുകയും പ്രവർത്തനരഹിതമാവുകയും
Sample complete. Ready to continue?